ഒരു പ്രതികരണം നമുക്ക് കാണാം. പാതയോരത്ത് VS-നെ കാത്തുനിന്ന ഒരു സ്ത്രീയുടെ പ്രതികരണമാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ട് സമയത്താരും എനിക്ക് പറഞ്ഞു കേട്ടു. എൻ്റെ അച്ഛൻ്റെ കാലത്ത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളും ഉണ്ട്. നല്ലൊരു നേതാവാണെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, പറയാനൊന്നും വാക്കുകളില്ല. ഞാൻ പിന്നെ പുന്നപ്പുറം എൻ്റെ വീട് നിൽക്കുന്നതാണ്. എൻ്റെ പരിചയമുള്ള ആളാണ്. ശ്രീ കെ ജയകുമാർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ കെ ജയകുമാർ, ഇപ്പോൾ അദ്ദേഹം അധികാരിയായിരുന്ന സമയത്ത്, കേരളത്തിലെ ഏറ്റവും അധികാരം കൈയാളുന്ന മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തൊക്കെയുള്ള കാര്യമാണ് അങ്ങ് പറയുന്നത്. അദ്ദേഹം 1940 ഒരു പാർട്ടി മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ആ പാർട്ടി മെമ്പർഷിപ്പിനൊപ്പം അദ്ദേഹം എടുത്ത പ്രതിജ്ഞ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശങ്ങൾക്കും അപ്പുറത്തേക്ക് വ്യക്തിപരമായ ഒരു താല്പര്യവും ഒരു കമ്മ്യൂണിസ്റ്റും ഉണ്ടാകില്ല എന്ന തീരുമാനം കൂടിയാണ്. അത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലിരിക്കുമ്പോഴും കൃത്യമായി ആ തീരുമാനത്തെ, ആ പ്രഖ്യാപനത്തെ, ആ പ്രതിജ്ഞയെ പിൻപറ്റാൻ കഴിയുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് അങ്ങ് പറഞ്ഞത്. രണ്ട് ന്യായങ്ങളേ ഉള്ളൂ. ഒന്ന് നീതിയാണോ അനീതിയാണോ, ഒന്ന് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അത് ലഘൂകരിക്കലല്ല, അത് തിരിച്ചറിവാണ്. മറ്റ് ചട്ടക്കൂടുകളെല്ലാം, മറ്റ് സമ്മർദ്ദങ്ങളെല്ലാം പടിപ്പുറത്ത് നിൽക്കേണ്ടതാണ് എന്ന ധാരണ അദ്ദേഹത്തിനുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ് സംവിധാനങ്ങൾ, അല്ലാതെ അത് മയപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല സംവിധാനങ്ങൾ എന്ന തിരിച്ചറിവും VS-നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു ആശയക്കുഴപ്പവുമില്ല എന്നുള്ളതാണ്. വളരെ ക്ലാരിറ്റിയാണ് അദ്ദേഹത്തിന്. എന്തിനാണ് എനിക്ക് അധികാരം തന്നിരിക്കുന്നത്? ഒരു പാർട്ടി പ്രവർത്തകനായി വന്ന നേതാവായി മുഖ്യമന്ത്രിയായി വന്നപ്പോൾ എന്തിനാണ് എനിക്ക് അധികാരം എന്നുള്ള കാര്യത്തിനെ പറ്റി അദ്ദേഹത്തിന് യാതൊരു ആശയക്കുഴപ്പവുമില്ല. എന്ത് ചെയ്യുമ്പോഴും ആ ഒരു പ്രത്യയശാസ്ത്രപരവും മാനുഷികവുമായിട്ടുള്ള പരിഗണനകൾ, അതുപോലെ ഈ പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അദ്ദേഹം എടുത്ത നിലപാടുകൾ ഞാൻ പറഞ്ഞല്ലോ, അത് എളുപ്പമല്ല. കാരണം ഒരു ഭരണകൂടത്തിലിരിക്കുമ്പോൾ, ഒരു ഭരണത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളെല്ലാം ഒരു അധികാരിയുടെ മേൽ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അവിടെയാണ് നേതൃത്വ പാടവം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്വാധീനങ്ങൾക്കും അദ്ദേഹം വശംവദനല്ല. അദ്ദേഹത്തിന് ആത്യന്തികമായി തൻ്റെ മുഖ്യമന്ത്രി പദം, തൻ്റെ നേതൃത്വം എന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചില ഭാഷയിലൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയും, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട, ഇത് ആർക്കെങ്കിലും ഗുണമുള്ള കാര്യമാണോ എങ്കിൽ അത് പറയൂ. അങ്ങനെ ഒരുപാട് പദ്ധതികളുമായിട്ട് പോകുമ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് വളരെ വളരെ ലളിതമായിട്ടാണ് ഒരർത്ഥത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ ക്ലാരിറ്റിയാണ്. അത് ഒരു ബഹുജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്ന് ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയതൊന്നും മറക്കാതെ ജീവിത അവസാനം വരെ കൊണ്ടുപോകാൻ സാധിച്ച ഒരു വലിയ നേതാവിൻ്റെ മുഖമുദ്ര തന്നെയായിട്ട് ഞാനത് കണക്കാക്കുന്നു. അദ്ദേഹവുമായി ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമുണ്ടായ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. VS പ്രതിപക്ഷത്തിരുന്ന സമയത്ത് VS ഉന്നയിച്ച ഏറ്റവും വലിയ ആവശ്യമായിരുന്നു കരാർ നടപ്പിലാക്കാൻ കഴിയാതിരിക്കുകയാണെങ്കിൽ ആ ഭൂമി സർക്കാർ തിരിച്ച് ഏറ്റെടുക്കാൻ കഴിയുന്ന വ്യവസ്ഥ. അന്ന് അംഗീകരിക്കപ്പെടാതിരിക്കുകയും VS പിന്നീട് അധികാരത്തിൽ വരുമ്പോൾ VS അത് അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഒന്നാണ്. അതായത് ഏതെങ്കിലും ഒരു കരാറിൻ്റെ പേരിൽ സർക്കാരിൻ്റേത്, ജനങ്ങളുടേതായ ഒന്നും അന്യാധീനപ്പെട്ടു പോകരുത് എന്ന നിർബന്ധ ബുദ്ധി കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ കാലത്ത് നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആ ദീർഘദർശിത്വം കൊണ്ടാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ പ്രത്യേകിച്ച് ഭൂമിയെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ജാഗ്രത വളരെ പ്രധാനമാണ്. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഭൂമി സ്വന്തമാക്കുകയും പിന്നീട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നതിന് കർശനമായിട്ട് എതിർത്തിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു തീരുമാനം ആവശ്യവുമാണ്. എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ തന്നെയാണ് ഒരു നിലപാട് അവലംബിച്ചിരിക്കുന്നത്. കൃഷിക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഭൂമിയാണെങ്കിൽ അത് കൃഷി നടത്തുക, വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി എടുത്തതാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പോകുന്ന നടപടികളെ അങ്ങേയറ്റം കർശനമായിട്ട് എതിർത്തിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ഞാൻ പിന്നെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹവുമായിട്ട് കൂടുതൽ മറ്റു ചില കാര്യങ്ങൾക്ക് അടുക്കുന്നത്. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, ചില ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിയെ അദ്ദേഹം അങ്ങേയറ്റം വെറുത്തിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എതിർത്തിരുന്നു. അത് വച്ച് പുലർത്താൻ അദ്ദേഹം ഒരിക്കലും ഒരു കാരണവശാലും വച്ച് പൊറുപ്പിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ നിശിതമായിട്ടുള്ള നിലപാടുകൾ ഒരുപാട് ഫയലുകളിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരോട് യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം കാണിക്കുകയില്ല. അതേസമയത്ത് സാധാരണക്കാരുടെ കാര്യത്തിൽ അങ്ങേയറ്റം അനുഭാവം. ഈ ഒരു എക്സ്ട്രീം പൊസിഷൻസ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് ആ നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകത. കേരള പോലീസ് ആക്ട് പരിഷ്കരിക്കുന്ന കാലത്തൊക്കെ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ അവർകളാണ് ആഭ്യന്തര മന്ത്രി. പ്രധാന കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കണ്ട് ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ തന്നെ ജനപക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന ഒരു നേതാവിനെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം
മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഞാൻ അന്ന് ചീഫ് സെക്രട്ടറി ആയില്ല, ഞാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നെങ്കിലും 2-3-4 തവണ VS അച്യുതാനന്ദൻ്റെ ക്യാബിനറ്റിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് പോയി ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഏത് വകുപ്പിനെ സംബന്ധിക്കുന്ന കാര്യമായാലും ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ എസൻസിൽ ഗ്രഹിച്ച് ഇടപെടാൻ അദ്ദേഹത്തിന് സാധിക്കും. ആവശ്യമില്ലാതെ തൻ്റെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി വർത്തമാനം പറയുന്ന ശീലവും അദ്ദേഹത്തിനില്ല. പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് തീരുമാനങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോകാൻ ഒരു മന്ത്രിസഭയെ നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശൈലിയും എനിക്ക് വളരെ ആകർഷകമായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം ജീവിക്കുന്നത് ജനങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതിഫലനമാണ് ഇന്ന് കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അത്ഭുതമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവസാന നിമിഷം വരെയും സർക്കാരിൻ്റെയും തൻ്റെ ഓരോ തീരുമാനവും പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം എന്ന നിഷ്ഠയാണ് VSന് ജനഹൃദയങ്ങളിലെ സ്ഥിര പ്രതിഷ്ഠ അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ KJ കുമാർ, അച്ചടക്കമുള്ള പോലീസ് സേന കോടിയേരിക്ക് കീഴിലുണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. VSന് പോലീസ് ഒരു മർദ്ദകോപകരണമായി മാറുന്ന കാലഘട്ടത്തിന്റെ ഓർമ്മകളുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കാല് ബയണറ്റ് കൊണ്ട് കുത്തിക്കീറിയ പോലീസുകാരനെ പിന്നീട് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ വളരെ സരസമായി പിന്നീട് വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യം ഞാനൊന്ന് ഇത്തിരി ഗൗരവം പിടിച്ചിരുന്നു, അദ്ദേഹം ഇളിപ്പനായി പോയി, പിന്നീട് ഞാനൊന്ന് ചിരിച്ചു എന്നാണ് VS പറയുന്നത്. കൊല്ലാൻ കൊടുത്ത മനുഷ്യരോട് കൊല്ലണമെന്ന് തീരുമാനിച്ച് ഇല്ലായ്മ ചെയ്യണമെന്ന് തീരുമാനിച്ച മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയുന്നത് ഒരു പൂർണ്ണ മനുഷ്യന് മാത്രമാണ്. അപ്പോൾ പോലീസ് എങ്ങനെയാണ് അധികാരത്തിന് കീഴിൽ പ്രവർത്തിക്കുക എന്ന ഉത്തമ ബോധ്യം ജീവിതം കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യന് കീഴിൽ കൂടിയാണ് പിന്നീട് ഈ പറയുന്ന പോലീസ് സേനയുടെ മാറ്റവും ക്രമപ്പെടുത്തലും ഒക്കെ ഉണ്ടാവുന്നത്. ഈ പോലീസ് ആക്ടിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായിട്ട് ഇടപഴകുമ്പോൾ അദ്ദേഹത്തിന് പണ്ട് പാർട്ടി പ്രവർത്തകനായിരുന്ന കാലത്തും പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന കാലത്തുമൊക്കെയുള്ള പോലീസ് അനുഭവങ്ങളെ പറ്റിയുള്ള തിക്തബോധം ഒന്നും തന്നെ ഈ അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പോലീസിനോടുള്ള സമീപനത്തിൽ ഒരിക്കലും അദ്ദേഹം അനുവർത്തിച്ചില്ല. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം, താൻ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ, അത് ഇവിടെ പ്രൊഫഷണലായിട്ടുള്ളൊരു പോലീസ് ഫോഴ്സിനെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഈ നിയമപരമായ കാര്യങ്ങളുമായി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ നമുക്ക് നേടാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിൻ്റെ നിന്നത്തെ അദ്ദേഹം അനുഭവങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ കണ്ണുകൊണ്ട് പോലീസിനെ കാണാനോ ഒന്നും തന്നെ അദ്ദേഹം തയ്യാറായിട്ടില്ല. പോലീസ് ഒരു പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റിയോടുകൂടി പെരുമാറണം, അതിനനുപൂരകമായിട്ടുള്ള നിയമം ഉണ്ടാക്കണം എന്നുള്ളതല്ലാതെ അക്കാലത്താണല്ലോ ഞങ്ങളുടെ ജനമൈത്രി പോലീസും ഈ തീരദേശ പോലീസും ഒക്കെ വരുന്നത്. ആ സമയത്താണ് അതൊക്കെ. അവിടെയും ഒക്കെ തന്നെ ജനങ്ങളുടെ പക്ഷത്തായിരിക്കണം പോലീസ് ഫോഴ്സും എല്ലാ ഉദ്യോഗസ്ഥരും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് നമ്മളിതിനെയൊക്കെ കാണേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ KJ കുമാർ ഞങ്ങളോട് സംസാരിച്ചതിന്.